ഫെബ്രുവരി 23 ഞായറാഴ്ച. ലൂക്ക 6:27 മുതൽ 38 വരെ വാക്യങ്ങൾ. സ്വർഗത്തിൽ ഒരു ജന്മദിനാഘോഷം നടക്കുകയായിരുന്നു. പിശാചുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മാലാഖമാരെയും ഈ ആഘോഷത്തിനായി ക്ഷണിച്ചിരുന്നു. കാരണം പിശാചുക്കളും ഒരിക്കൽ മാലാഖമാരായിരുന്നല്ലോ. സാത്താൻ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. ദൈവം കാരണം അന്വേഷിച്ചു. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഞങ്ങൾ തൊഴിലില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഞങ്ങൾ മുമ്പ് എന്ത് ചെയ്തിരുന്നുവോ അത് ഇപ്പോൾ മനുഷ്യർ സ്വയം ചെയ്യുന്നു. മുമ്പ് ഞങ്ങൾ ഭിന്നിപ്പിൻ്റെ ഏജന്റുമാരായിരുന്നു. ഇപ്പോൾ മനുഷ്യർ പരസ്പരം കലഹിക്കുകയും വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. പണ്ട് ഞങ്ങൾ വിഷലിപ്തമായ ചിന്തയുടെ വിത്തുകൾ വിതയ്ക്കുന്നവരായിരുന്നു. ഇപ്പോൾ മനുഷ്യർ സ്വയം നിഷേധാത്മകത നിറഞ്ഞവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഒരു ജോലി തരണം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രതികാരം ചെയ്യുന്നത് സ്വാഭാവികമാണ്. നിങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുകയും നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ വേദനിപ്പിക്കുകയും ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നത് പോലെ അവരോടും ചെയ്യുക എന്നത് ലളിതമായ നീതിയാണ്. 18-ാം നൂറ്റാണ്ടിലെ ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും. എന്നാൽ യേശു മറ്റൊരു നീതിബോധത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. നീതിക്ക് അപ്പുറം കരുണയിലേക്ക്. അതാണ് ദൈവം ചെയ്യുന്നത്, അതാണ് നമ്മളും ചെയ്യേണ്ടത്. ഇത് ഒരു പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കാരണം ഇത് അസ്വാഭാവികമാണ്. നീതിക്ക് അപ്പുറം കരുണയിലേക്ക് നീങ്ങാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ. സ്നേഹം എന്ന വാക്ക് വിശദീകരിക്കാൻ യേശു നൽകുന്ന ഉദാഹരണങ്ങൾ വികാരങ്ങളെയല്ല, പ്രവൃത്തികളെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. യേശു നമ്മെ സ്നേഹിക്കാൻ വിളിക്കുന്ന വാക്ക് അഗാപ്പെ എന്നാണ്. അതിനർത്ഥം നമ്മോട് മോശമായി പെരുമാറുന്നവരോട് നമുക്ക് ഊഷ്മളമായ വികാരങ്ങൾ ഉണ്ടായിരിക്കണമെന്നല്ല. പകരം മറ്റേ വ്യക്തിയുടെ ക്ഷേമം നമ്മുടെ താല്പര്യമാകണം. ആ വ്യക്തിയുടെ ക്ഷേമം നമ്മുടെ താല്പര്യമാകാൻ നാം പ്രവർത്തിക്കണം. വിദ്വേഷത്തിനും അക്രമത്തിനും മുന്നിൽ ഈ പെരുമാറ്റങ്ങൾ ദുർബലമായി തോന്നിയേക്കാം. പക്ഷേ യേശു അവയെ രൂപാന്തരപ്പെടുത്തുന്നു. അവ എത്ര ശക്തമാണെന്ന് അവൻ കുരിശിൽ പ്രകടമാക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് യേശു ശത്രുക്കളെ ശപിച്ചില്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് ഓഫ് അസീസി, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, മറ്റ് നിരവധി ശിഷ്യന്മാർ നൂറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ശക്തി തങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ,
സ്നേഹം എപ്പോഴും ജയിക്കുന്നു, അത് ലോകത്തെ കീഴടക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.